السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. وقل رب زدنا علما. صدق الله. قال النبي صلى الله عليه وسلم كن عالما أو متعلما أو مستمعا أو محبا فلا تكن خامسا. ഏറ്റവും സ്നേഹ ആദര ബഹുമാനം നിറഞ്ഞ എടക്കുള മഹല്ല കൂട്ടായ്മയിലെ പണ്ഡിതന്മാർ, കാരണവന്മാർ, ചെറുപ്പക്കാർ, മഹല്ല നിവാസികൾ, മറ്റുള്ള മുഅ്മിനാത്തുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമാക്കപ്പെട്ട ഇൽമിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്തു തരുമാറാവട്ടെ, എല്ലാ സൽക്രമങ്ങളും സ്വീകരിക്കുമാറാവട്ടെ, എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അതിൽ പൂർത്തിയാക്കി തരുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെയൊക്കെ ഹദറത്തിലേക്ക് ഇതിലെ സവാബ് അല്ലാഹു തആല എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റഹീം. ഓരോ ദിവസവും നമ്മുടെ കൂട്ടായ്മയിലെ പല വിഷയങ്ങളിലായിക്കൊണ്ട് പണ്ഡിതന്മാർ ക്ലാസ് എടുക്കാറുണ്ട്. കൃത്യമായി കൊണ്ട് അതൊക്കെ വീക്ഷിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്കറിയാം, വെക്കേഷൻ കാലയളവിലാണ് നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ പല ചുറ്റുപാടിലായിക്കൊണ്ട് ഇങ്ങനെ അലസമായിക്കൊണ്ട് നടക്കുന്നൊരു അവസ്ഥ. അല്ലാഹു തആല അവർക്കൊക്കെ ദീനി വിജ്ഞാനങ്ങൾ വേണ്ടതുപോലെ നമുക്ക് കൊടുക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമുക്കറിയാം, ദീനി വിജ്ഞാനം എന്നുള്ളത് ഇന്ന് മദ്രസയാവട്ടെ, അറബി കോളേജുകളാവട്ടെ, മറ്റുള്ള സ്ഥാപനങ്ങളാവട്ടെ, അതെല്ലാം പഠനാരംഭം തുടർന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ മക്കളെ എന്തുകൊണ്ടും അതുമായിക്കൊണ്ടൊക്കെ ബന്ധപ്പെടുത്തേണ്ട ബാധ്യത നമുക്ക് വളരെയേറെ അത്യാവശ്യമായിട്ടുള്ളൊരു കാലാവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ചെറുപ്രായത്തിൽ തന്നെ മദ്രസ പഠനം അവസാനിച്ചുകൊണ്ട് അതുപോലെ തന്നെ അവരുടെ ഭൗതികമായ ആ ഒരു പഠനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ വളരെയേറെ ഗൗരവത്തോടു കൂടി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ മക്കൾ നമുക്ക് ഏറ്റവും വിലപ്പെട്ട മൂല്യമുള്ള ഒരു സമ്പത്താണ്. നാം ഇവിടെ മരണപ്പെട്ട് കഴിഞ്ഞ് നമ്മളിവിടെ ഉപേക്ഷിച്ച് പോകുന്ന ഏറ്റവും വലിയ സമ്പത്തിൽ വെച്ചുള്ള ഒരു സമ്പത്ത് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മക്കളാണ്. പക്ഷേ ആ മക്കൾ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ഓർക്കുന്ന, നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന, നമുക്ക് വേണ്ടി പാപമോചനം തേടുന്ന മക്കളാവണമെങ്കിൽ അവർക്ക് അവരുടേതായ ഈ പ്രായത്തിലുള്ള വേണ്ട നിൽക്കുള്ള ദീനി വിജ്ഞാനം അവർക്ക് നൽകണം. അവരുടെ താളത്തിനനുസരിച്ച് കൊണ്ട് നാം ഒരിക്കലും എന്ത് പാടില്ല, തുള്ളാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, കുൻ ആലിമ, നിങ്ങൾ ആലിമീങ്ങളാവണേ. എല്ലാവർക്കും ആലിമാവാൻ പറ്റിക്കൊള്ളുന്നില്ല. കാരണം പല മേഖലയിലും ഇവിടെ ആളുകൾ വേണമല്ലോ. അപ്പോൾ എല്ലാവർക്കും എന്ത് പറ്റൂല, ആലിമാവാൻ പറ്റൂല. പക്ഷേ എല്ലാവരും ആലിമാവാൻ എന്തായിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരാൾക്ക് ആലിമാവാൻ പറ്റിയില്ലെങ്കിലോ അവ മുത്തഅല്ലിമ, ഇൽമ പഠിക്കുന്ന ആളാവട്ടെ. നമ്മുടെ മദ്രസയിലേക്ക് പോകുന്ന മക്കളൊക്കെ മുത്തഅല്ലിമീങ്ങളാണല്ലോ. ദർസ് അതുപോലെ തന്നെ അറബി കോളേജ് അവർക്ക് മുത്തഅല്ലിമീങ്ങളായിട്ട് പഠിക്കണം. അപ്പോൾ മുത്തഅല്ലിമാവണം, ഇൽമ പഠിക്കുന്ന ആളാവണം. ഇനി ഇൽമ പഠിക്കാനോ അവനക്ക് സൗകര്യപ്പെട്ടിട്ടില്ലെങ്കിലോ ഔ മുസ്തമിഅ, ഇൽമ പറയുന്നത് കേൾക്കുന്ന ആളെങ്കിലും അവനാവട്ടെ, അതിനെങ്കിലും അവന് സമയം കണ്ടെത്തട്ടെ എന്നാണ്. ഇനി അതിനോ അവനക്ക് അവസരം കിട്ടില്ലെങ്കിൽ ഔ മുഹിബ്ബ, ഇൽമിൻ്റെ അഹലുകാരെയെങ്കിലും സ്നേഹിക്കുന്ന ആളെങ്കിലും അവനാവട്ടെ. ഫലാ തകുൻ ഖാമിസ, അഞ്ചാമത്തൊരു വിഭാഗത്തിൽ അവൻ പെടാൻ പാടില്ല എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രത്തോളം ഗൗരവമുള്ള വിഷയമാണ്. വേണ്ട നിലക്കുള്ള ദീനി വിജ്ഞാനമില്ല എങ്കിൽ തൻ്റെ മാതാപിതാക്കളെ വേണ്ടതുപോലെ ബഹുമാനിക്കാനോ, തൻ്റെ ജ്യേഷ്ഠാനുജന്മാർ, കുടുംബ മിത്രാദികളെ അവർക്ക് വേണ്ട പരിഗണന കൊടുക്കാൻ നമ്മളെ മക്കളെ കൊണ്ട് സാധിക്കൂല എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് വേണ്ട കൃത്യമായ വിജ്ഞാനം കൊടുക്കണം. നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ മദ്രസയിൽ 10ാം ക്ലാസ്സെങ്കിലും മുടങ്ങാതെ കൃത്യമായി കൊണ്ട് പോകുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ മാതാപിതാക്കൾ മാറണം. കുട്ടികൾ പറയണം 5 കഴിഞ്ഞാൽ നിർത്താണ്, 6 കഴിഞ്ഞാൽ നിർത്താണ് എന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ എന്ന് പറയല്ല വേണ്ടത്. അവരെ 10ാം ക്ലാസ്സെങ്കിലും മദ്രസയിലേക്ക് നാം പറഞ്ഞയക്കേണ്ടതുണ്ട്. കാരണം അത്രത്തോളം പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണല്ലോ പരിശുദ്ധമാക്കപ്പെട്ട ഇൽമ പഠിക്കുക എന്നുള്ളത്. മഹാനായ അബൂദർ റളിയല്ലാഹു തആല അനുവിനോട് പറഞ്ഞു, നിങ്ങൾ അതിരാവിലെ പോയിക്കൊണ്ട് നിങ്ങൾ എന്താവണം, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പഠിക്കൽ. അത് 100 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ എത്രയോ പുണ്യമുള്ള കാര്യമാണ്. മാത്രമല്ല, നിങ്ങൾ അതിരാവിലെ ഇൽമ പഠിക്കുവാൻ വേണ്ടിക്കൊണ്ട് പോവുക എന്നുള്ളത് അത് 1000 റക്അത്ത് നമസ്കരിക്കുന്നതിനേക്കാൾ എത്രയോ പുണ്യമുള്ളതാണ്. നിങ്ങൾ അവിടെ പോയിട്ട് അത് ഇൽമ പഠിച്ചാലും ശരി, പഠിച്ചിട്ടില്ലെങ്കിലും ശരി, നിങ്ങൾക്ക് എന്തുണ്ട്, 1000 റക്അത്തിൻ്റെ പ്രതിഫലമുണ്ട്. ഇപ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ പ്രതിഫലമുണ്ട്. ആ മക്കളെ പറഞ്ഞേക്കുന്ന മാതാപിതാക്കൾക്കും എന്തുണ്ട്, ഈ അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന് ഇത്രത്തോളം പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞ പ്രതിഫലമൊക്കെ കിട്ടുമെന്നുള്ളതാണ്. മാത്രമല്ല, ഹുദൂറു മജ്ലിസി ഇൽമി അഫ്ളലു മിൻ സ്വലാത്തി അൽഫി റക്അ വ ഇയാദത്തി അൽഫി മരീദ് വ ഹുദൂറു അൽഫി ജനാസ. 1000 ജനാസയെ അനുഗമിക്കുന്നതിനേക്കാളും, 1000 രോഗികളെ സന്ദർശിക്കുന്നതിനേക്കാളും, അതുപോലെ തന്നെ 1000 റക്അത്ത് നിസ്കരിക്കുന്ന
ഇരിക്കുന്നതിനേക്കാളൊക്കെ മഹത്വം എന്താ? പരിശുദ്ധമാക്കപ്പെട്ട ഇൽമിൻ്റെ മജ്ലിസിൽ പോയിരിക്കലാണ്, ഇൽമ പഠിക്കലാണ്. ഈ പ്രതിഫലങ്ങളൊക്കെ നമ്മുടെ മദ്രസ വിദ്യാർത്ഥികളാവട്ടെ, മറ്റുള്ള ഇൽമ പഠിക്കുന്ന വിദ്യാർത്ഥികളാവട്ടെ, അവർക്കൊക്കെ ഇത് കിട്ടുമെന്നുള്ളതാണ്. മാത്രമല്ല ഇന്നൽ മലായികത്ത ലതളവു അജ്നാതിഹാ ലിത്വാലിബിൽ ഇൽമി റിദൻ ബിമാ യത്ലുബൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, തീർച്ചയായും ഇൽമ ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇൽമ തേടിക്കൊണ്ടിരിക്കുന്നവന് അവനാ തേടിക്കൊണ്ടിരിക്കുന്ന കാര്യത്തോടുള്ള മഹത്വം കൊണ്ട്, അതിൻ്റെ തൃപ്തി കാരണമായിക്കൊണ്ട് മലായികത്തുകൾ അവർക്ക് ചിറക് വിരിച്ചു കൊടുക്കുമെന്നുള്ളതാണ്. വളരെ കൃത്യമായിക്കൊണ്ട് നമ്മുടെ മക്കൾക്ക് ദീനി വിജ്ഞാനം കൊടുക്കാൻ നാം ഓരോരുത്തരും സജ്ജമാവേണ്ടതുണ്ട്. അല്ലാഹു തആല നമ്മുടെ മക്കളൊക്കെ ദീനീ ബോധമുള്ള മക്കളാക്കി കൊടുക്കുമാറാവട്ടെ. അതിന് മദ്രസ, പള്ളി, ദർസുകൾ, മറ്റുള്ള കോളേജുകളൊക്കെ കൃത്യമായിക്കൊണ്ട് ഉപയോഗപ്പെടുത്തിയിട്ട് അവർക്ക് വേണ്ട ദീനി വിജ്ഞാനം നമ്മൾ കൊടുക്കണം. കാരണം ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവനക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം അത് ഫോണോ അതല്ലെങ്കിൽ വാഹനമൊന്നുമല്ല, അത് നല്ല അതബോട് കൂടിയുള്ള ഇൽമിയായ വിജ്ഞാനമാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കാൻ. അതുപോലെ തന്നെ ഇവിടെ നാം ഉപേക്ഷിച്ച് പോകുന്ന ഏറ്റവും വലിയ മൂല്യമായ സമ്പത്ത് അത് നമ്മുടെ മക്കളാണ്. ഈ മക്കളെ നമുക്ക് നല്ല ദീനീബോധമുള്ള മക്കളാക്കി എടുക്കണമെങ്കിൽ ഇതുപോലത്തെ ദീനീപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ട് അവരെ നാം അതിലേക്ക് ചേർത്തുകൊണ്ട് അവർക്ക് നല്ല ദീനി വിജ്ഞാനം നാം കൊടുക്കേണ്ടതുണ്ട്. അല്ലാഹു തആല നമ്മളെ മക്കളൊക്കെ ദീനി വിജ്ഞാനം പഠിക്കാനും അവർക്കതനുസരിച്ചൊക്കെ പ്രവർത്തിക്കാനൊക്കെയുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത്തും വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.